ആലപ്പുഴയിൽ പോലീസ് സൂപ്രണ്ടായിരുന്ന ശ്രീ രാമചന്ദ്രൻ IPSമൊത്ത് നിരവധി കേസുകളുടെ അന്വേഷണത്തിൽ പങ്കുകൊള്ളുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രമാദമായ കേസുകളിലും SP പോലീസ് ക്ലബ്ബിൽ വെച്ച് നടത്തുന്ന ചർച്ചകളിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മാവേലിക്കരയിലെ സ്കൂളിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നും പ്രഥമദൃഷ്ട്യാ കൊലപാതകമാണെന്ന് സംശയിക്കുന്നുവെന്നും ഫോണിലൂടെ എന്നെ അറിയിച്ചു. പോലീസ് സൂപ്രണ്ടും ഞാനും കൃത്യസമയത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ചെങ്ങന്നൂർ DYSP ഹരിദാസും മാവേലിക്കര സർക്കിൾ ഇൻസ്പെക്ടർ ദേവസിയും മറ്റു ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയിരുന്നു. DYSP ഹരിദാസുമായി 1974 ഞാൻ കോട്ടയം പോലീസ് സർജനായിരിക്കുമ്പോൾ തുടങ്ങിയ ഊഷ്മളമായ സൗഹൃദം 2000 അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ രൂപയെ എൻ്റെ മകൻ കണ്ണൻ വിവാഹം കഴിച്ചതോടെ സന്തോഷകരമായ ഒരു കുടുംബ ബന്ധമായി മാറി. ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ ഞാൻ ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുകയായിരുന്നു. നന്നായി വസ്ത്രധാരണം ചെയ്ത സുമുഖനായ യുവാവ് ശ്രീ ഹരിദാസ് അയാളെ എനിക്ക് പരിചയപ്പെടുത്തി. ചെങ്ങന്നൂരിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടറാണ്. അയാൾ വ്യാജ ഡോക്ടറാണെന്ന് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. അയാളുടെ MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെയും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ്റെയും അസൽ കൈവശമില്ല. ഫോട്ടോ കോപ്പികൾ ശ്രീ ദാസ് എന്നെ കാണിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും TC മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും പ്രഥമദൃഷ്ട്യാ സംശയിക്കാനുള്ള വകയൊന്നും കണ്ടില്ല. ഹരിദാസ് അയാളെ ചോദ്യം ചെയ്യാൻ രഹസ്യമായി എന്നോട് ആവശ്യപ്പെട്ടു. അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. അയാൾ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കുന്നുണ്ട്. അയാളെ ഫോറൻസിക് മെഡിസിൻ പഠിപ്പിച്ചിട്ടുണ്ടാവണം. പക്ഷേ എന്നെ അറിയാവുന്ന ഭാവമില്ല. ഡോക്ടർ ഉമാദത്തനെ അറിയുമോ എന്ന ചോദ്യത്തിന് നന്നായി അറിയാമെന്നും അയാളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ധൈര്യമായി മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അപരൻ ഉണ്ടോ എന്ന് തോന്നി. ആദ്യത്തെ വർഷം ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മെഡിസിൻ, സർജറി, ഗൈനക്കോളജി എന്നായിരുന്നു. എന്നാൽ അവ അവസാന വർഷം പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതാരാണെന്നറിയാമോ? എന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹരിദാസ് അയാളോട് ചോദിച്ചു. അറിയില്ല എന്ന് അയാൾ പറഞ്ഞു. ഇതാണ് ഡോക്ടർ ഉമാദത്തൻ. ഹരിദാസ് അയാളോട് പറഞ്ഞപ്പോൾ തൻ്റെ കള്ളി വെളിച്ചത്തായി എന്ന് അയാൾക്ക് മനസ്സിലായി. പോലീസുകാരനോട് അയാളെ ലോക്കപ്പിലാക്കാൻ ഹരിദാസ് പറഞ്ഞപ്പോൾ തന്നെ അയാൾ മുഴുവൻ സത്യങ്ങളും വെളിപ്പെടുത്തി. തിരുവനന്തപുരത്തുകാരനായ അയാൾ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. സ്നേഹിതനായ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പികൾ തരപ്പെടുത്തിയാണ് ചെങ്ങന്നൂരിൽ ഡോക്ടറുടെ ജോലി നേടിയത്. അങ്ങനെ സസുഖം കഴിയുമ്പോഴാണ് അയാളുടെ അയൽക്കാരനായ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആശുപത്രിയിൽ വന്നത്. അയാളുടെ വിവാഹവും ഒരു ചതി കഥയായിരുന്നു. ഡോക്ടറാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ആയുർവേദ ബിരുദധാരിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചത്. ഇയാളെക്കാളും ബിരുദന്മാരായ വ്യാജന്മാർ പോലീസ് പിടിയിലായിട്ടുണ്ട്. അവരിൽ 4ാം ക്ലാസ്സുകാരൻ വരെ ഉൾപ്പെടും. ആർമി മെഡിക്കൽ കോറിൽ ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡർ ആയിരുന്ന ഒരു വിദ്വാൻ തിരുവല്ലയിലെ പ്രശസ്തമായ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി നേടിയിരുന്നു. അയാൾ നന്നായി സിസേറിയൻ ഓപ്പറേഷനുകൾ ചെയ്യുമായിരുന്നു. അയാളെ ശ്രീ ദാസ് പിടികൂടിയപ്പോൾ ഓപ്പറേഷനു വിധേയരായ സ്ത്രീകൾ നാണക്കേടു കാരണം സാക്ഷികളാകാൻ തയ്യാറായില്ലത്രേ. മാവേലിക്കര ടൗണിൻ്റെ ഭ്രാന്തപ്രദേശത്തുള്ള മതിൽക്കെട്ടില്ലാത്ത ഒരു പ്രൈമറി സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ നിലത്ത് 20-22 പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ ശരീരം കിടക്കുന്നു. വില കുറഞ്ഞ സാരിയും ബ്ലൗസുമാണ് വേഷം. സാരിയുടെ കീഴ്ഭാഗം മുകളിലേക്ക് വലിച്ചു മാറ്റി വെച്ചിട്ടുള്ളതിനാൽ ഗുഹ്യഭാഗം അനാവൃതമായിരുന്നു. ഗുഹ്യരോമങ്ങളിൽ ശുക്ലം പതിച്ച അടയാളങ്ങൾ കൊല്ലപ്പെടുന്നതിന് മുൻപ് അവളെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയയാക്കിയിരുന്നു എന്ന് സൂചിപ്പിച്ചു. സാരിയുടെ മുന്താണി ഭാഗം കഴുത്തിൽ വരിഞ്ഞു ചുറ്റിയിരുന്നു. കഴുത്തിലും മുഖത്തും നഖക്ഷതങ്ങളേറ്റ പാടുകളുണ്ട്. പുറമേയുള്ള പരിശോധനയിൽ തന്നെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് മനസ്സിലായി. എന്നാൽ ഏറ്റവും പ്രധാനമായ തെളിവ് അവളുടെ വലത് കൈപ്പത്തിക്കുള്ളിൽ മുറുകെ പിടിച്ചിരുന്ന ഏതാനും തലമുടി നാരുകളായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള പ്രവൃത്തിയാണത്. അതിനെ കഡാവറിക് സ്പാം എന്ന് വിളിക്കുന്നു. ശ്വാസം മുട്ടിയപ്പോൾ അവൾ മരണവിപ്രാളത്തിൽ കൊലയാളിയുടെ തലമുടിയിൽ മുറുകെ പിടിച്ചു വലിച്ചപ്പോൾ ഊരി വന്ന തലനാരിഴകളാണവ. നീളം കുറഞ്ഞ ആ തലമുടി ഇഴകൾ കൊലപാതകിയുടേതാവാനേ സാധ്യതയുള്ളൂ. കൊലയാളിയെ കുറ്റകൃത്യവുമായി കൂട്ടിയിണക്കുന്ന ശക്തമായ കണ്ണികളാണവ. സമാനമായ മറ്റൊരു കൊലപാതകത്തിൽ മൃതശരീരത്തിൻ്റെ വലതു കൈക്കുള്ളിൽ കൊലയാളിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗമുണ്ടായിരുന്നു. ഞാൻ മൃതശരീരത്തിൻ്റെ നഖങ്ങളും മുറിച്ചെടുത്തു. കൊലയാളിയുമായി മൽപ്പിടുത്തമുണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ തൊലിയിലെ കോശങ്ങൾ നഖത്തിനിടയിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട്. പ്രേതവിചാരണയ്ക്ക് ശേഷം ഞാൻ സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഷെഡ് തൽക്കാലത്തേക്ക് മോർച്ചറിയാക്കി മാറ്റി. മൃതദേഹ പരിശോധനയിൽ സാരി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്ന് സ്ഥിരീകരിച്ചു. യുവതി 4 മാസം ഗർഭിണിയായിരുന്നു. കഴുത്ത് ഞെരിഞ്ഞപ്പോൾ അവൾ നിലവിളിക്കാൻ ശ്രമിച്ചിരിക്കും. മുഖത്ത് കണ്ട നഖക്ഷതങ്ങൾ ഉണ്ടായത് അവൾ നിലവിളിച്ചപ്പോൾ
കൊലയാളി അവളുടെ വായി കൈകൊണ്ട് പൊത്തിപ്പിടിച്ചത് കൊണ്ടായിരുന്നിരിക്കണം. ഒരു ബലാത്സംഗത്തെ സൂചിപ്പിക്കുന്ന ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണപ്പെട്ടില്ല. ഞാൻ അവളുടെ യോനീസ്രവവും ശുക്ലം പുരണ്ട ഗുഹ്യരോമങ്ങളും ശേഖരിച്ചു. രക്തഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് പോലെ ശുക്ലത്തിന്റെ ഗ്രൂപ്പ് മാത്രമേ നിർണ്ണയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രതിയുടെ രക്തഗ്രൂപ്പ് തന്നെയായിരിക്കും അയാളുടെ ശുക്ലത്തിനും. അക്കാലത്ത് DNA പരിശോധന ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നിട്ടില്ല. നിങ്ങളുടെ അറിവിലേക്കായി DNA പരിശോധനയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയാം. ഒരു വ്യക്തിയുടെ ശരീരം കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓരോ കോശത്തിൻ്റെയും കേന്ദ്രത്തിൽ 46 നാരുകൾ പോലുള്ള ക്രോമോസോമുകൾ എന്ന വസ്തുക്കൾ ഉണ്ട്. ഇവ നിർമ്മിച്ചിരിക്കുന്നത് DNA എന്നറിയപ്പെടുന്ന ജനിതക വസ്തുക്കൾ കൊണ്ടാണ്. ഒരു പിരിയൻ ഗോവണിയുടെ ആകൃതിയിലുള്ള DNAയിൽ അഡനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നീ ന്യൂക്ലിയോടൈഡുകളും ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാരയുടെ ഫോസ്ഫേറ്റും അടങ്ങിയിരിക്കുന്നു. ഒരു കോശത്തിൽ 3000 കോടി DNA കണികകളുണ്ട്. ഓരോ മനുഷ്യനിലും ഇവയുടെ ശ്രേണീഘടന വ്യത്യസ്തമായിരിക്കും. അതായത് ഒരേ തരത്തിലുള്ള DNA ഘടനയുള്ള ആരും ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല. ഒരേ തരത്തിലുള്ള വിരലടയാളങ്ങളുള്ളവർ ഇല്ലാത്തതുപോലെ അതുല്യമായ ഒരു സവിശേഷതയാണ് DNA ഘടനയും. ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീയുടെ യോനിയിൽ നിന്നും കിട്ടുന്ന ശുക്ലത്തിലെ പുരുഷ ബീജങ്ങളുടെ DNA ഘടന കണ്ടുപിടിക്കാം. ആ ഘടനയും കുറ്റവാളി എന്ന് സംശയിക്കുന്നയാളിൻ്റെ രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ DNA ഘടനയും സമാനമാണെങ്കിൽ വേറെ തെളിവുകൾ ആവശ്യമില്ല. തലമുടി, ഉമിനീര്, പല്ല്, മജ്ജ, തൊലി എന്നിവയിൽ നിന്നെല്ലാം DNA ഘടന കണ്ടുപിടിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഐതിഹാസികമായ ഈ കണ്ടുപിടുത്തം കുറ്റാന്വേഷണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കുറ്റാന്വേഷണത്തിൽ മാത്രമല്ല, പിതൃത്വ നിർണയം, താദാത്മ്യ നിർണയം എന്നിവയിലും ഈ സങ്കേതം ഉപയോഗിക്കാം. ഊരും പേരും തിരിച്ചറിയാത്ത യുവതിയായതിനാൽ മുഖത്തിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയും തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു അടയാളങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് മാവേലിക്കര സബ് ഇൻസ്പെക്ടർ ജോണി മാത്യുവിന് മരിച്ച യുവതിയുടെ ഒരു ഹാൻഡ് ബാഗ് സ്കൂൾ പരിസരത്തുള്ള ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്നും ലഭിക്കുന്നത്. ബാഗ് യുവതിയുടേതാണെന്ന് മനസ്സിലായത് അതിനുള്ളിൽ അവളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നതിനാലാണ്. അതുകൂടാതെ ഒരു സാരിയും ബ്ലൗസും, 1-2 ബസ് ടിക്കറ്റുകളും, മാവേലിക്കരയുള്ള ഒരു സിനിമാ തിയേറ്ററിലെ 2 ടിക്കറ്റുകളും ഏതാനും നാണയങ്ങളും ഉണ്ടായിരുന്നു. ആ ഫോട്ടോഗ്രാഫിൽ ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ച ഒരു വിലപ്പെട്ട തെളിവുണ്ടായിരുന്നു. ഫോട്ടോയ്ക്ക് പിന്നിൽ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയുടെ പേരും മേൽവിലാസവും മുദ്രണം ചെയ്തിരുന്നു. കൊലപാതകയെക്കുറിച്ചുള്ള തെളിവ് ലഭിക്കണമെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് ആരാണെന്നറിയണം. അജ്ഞാത ശവമാണെങ്കിൽ ആളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടും. അമേരിക്ക മുതലായ രാജ്യങ്ങളിൽ എല്ലാ പൗരന്മാരുടെയും ജനിതക വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന രീതിയുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ ആ സമ്പ്രദായം നിലവിൽ വന്നിട്ടില്ല. SP അപ്പോൾ മാവേലിക്കര സബ് ഇൻസ്പെക്ടർ ജോണി മാത്യുവിനെ യുവതിയുടെ ഫോട്ടോയുമായി ഹൈറേഞ്ചിലെ ആ ചെറു പട്ടണത്തിലേക്ക് അയച്ചു. SP രാമചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ കേസിൻ്റെ അന്വേഷണത്തിലും ഉദ്യോഗസ്ഥന്മാരുമായി ഒരു ചർച്ച നടത്തും. ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായും ഓരോ അനുമാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ചർച്ചയുടെ ഒടുവിൽ ഭാവി പരിപാടികളെക്കുറിച്ച് ഒരു രൂപരേഖയുണ്ടാക്കും. പ്രതി മാവേലിക്കരക്കാരനായിരിക്കും എന്നായിരുന്നു എൻ്റെ അനുമാനം. ഹൈറേഞ്ചിലെ യുവതി ഒരുപക്ഷെ അവൻ്റെ കാമുകിയായിരുന്നിരിക്കാം. ഗർഭിണിയായ അവളെ സ്വന്തം നാട്ടിൽ കൊണ്ടുവന്ന് കൊല ചെയ്തത് എന്തിനാണെന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താനായില്ല. ഏതായാലും അന്വേഷണം വിജയകരമാക്കിയത് മിടുക്കനായ സബ് ഇൻസ്പെക്ടർ ജോണി ആയിരുന്നു. ജോണിക്ക് സ്റ്റുഡിയോ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. സ്റ്റുഡിയോ ഉടമ ഫോട്ടോ കണ്ട മാത്രയിൽ തന്നെ യുവതിയെ തിരിച്ചറിഞ്ഞു. തോട്ടം തൊഴിലാളിയായ അവറാൻ്റെ മകൾ സൂസി. SSLC പാസ്സായ അവൾ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കുമൊപ്പം തോട്ടത്തിലെ തൊഴിലാളികൾക്കുള്ള പാർപ്പിടങ്ങളിലൊന്നിൽ താമസിക്കുന്നുവെന്ന് അയാൾ SIയോട് പറഞ്ഞു. സൂസിയുടെ വീട്ടിലെത്തിയ സബ് ഇൻസ്പെക്ടറെ കണ്ട് അമ്പരെന്ന അവളുടെ അമ്മ പറഞ്ഞത് സൂസി ചങ്ങനാശ്ശേരിയിലുള്ള ചെറിയമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്നാണ്. ആ അമ്മയുടെ ജിജ്ഞാസ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ജോണി അവിടെ നിന്നും യാത്രയായി. ജോണിയുടെ മനസ്സിൽ കൊലപാതകിയെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞു. ജോണി തോട്ടം തൊഴിലാളികളോട് മാവേലിക്കരക്കാരൻ ആരെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ എന്ന തൊഴിലാളി മാവേലിക്കരക്കാരനാണെന്നും തലേ ദിവസം അവൻ നാട്ടിൽ പോയിട്ട് ഇന്ന് തിരികെ വന്നിട്ടുണ്ടെന്നും വിവരം ലഭിച്ചു. സുരേന്ദ്രൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ച ജോണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ സുരേന്ദ്രൻ തന്നെയായിരുന്നു. അവൻ്റെ ഇടത്തെ കവിളിൽ നഖം കൊണ്ട് കോറിയ 4 വരകളുണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച ജോണിയെ കണ്ടതോടെ സുരേന്ദ്രൻ്റെ മുഖം വിളറി. താൻ ചെയ്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. സുരേന്ദ്രൻ ജോണിയുടെ കാൽക്കൽ വീണ് തേങ്ങി. മുഴുവൻ വിവരവും ജോണിയോട് പറഞ്ഞു. സുരേന്ദ്രനും സൂസിയും പ്രേമബദ്ധരായിരുന്നു. അവരുടെ അടുപ്പം അതിരുകൾ ലംഘിച്ചു. അവൾ ഗർഭിണിയായി. സുരേന്ദ്രൻ അവളെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു.
അതിനു വഴങ്ങാത്ത അവളോട് തൻ്റെ മാവേലിക്കരയിലുള്ള വീട്ടിൽ പോയി താമസിക്കാമെന്നും അവിടെ ചെന്നിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നും അവൻ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലുള്ള ചെറിയമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് സൂസി വീട്ടിൽ നിന്നും പോന്നത്. രാത്രി ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സെക്കൻഡ് ഷോ കണ്ടു. വീട്ടിലേക്ക് രാവിലെ പോകാമെന്നും രാത്രി സ്കൂളിൽ കഴിച്ചുകൂട്ടാമെന്നും സുരേന്ദ്രൻ സൂസിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സ്കൂളിലെത്തിയ അവർ ശാരീരികമായി ബന്ധപ്പെട്ടു. അതിൻ്റെ ആലസ്യത്തിൽ കിടന്ന സൂസിയെ അവൻ സാരിയുടെ മുന്താണി കൊണ്ട് കഴുത്ത് ഞെരിച്ചു. മരണവെപ്രാളത്തിൽ അവൾ അലറി. ഒച്ച വെളിയിൽ കേൾക്കാതിരിക്കാൻ അവളുടെ വായിൽ അവൻ സാരി തിരുകി. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ചലനം നിലച്ചു. അവൾ മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ സുരേന്ദ്രൻ സ്കൂളിൽ നിന്നും ഇറങ്ങി. അയാൾ വീട്ടിൽ പോയില്ല. മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ രാത്രി കഴിച്ചുകൂട്ടി. അതിരാവിലെയുള്ള ബസ്സിൽ കയറി താമസ സ്ഥലത്തെത്തി. സ്കൂളിനകത്തേക്ക് കയറുന്നതിന് മുൻപ് സൂസി അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചതെന്തിന്? അവളുടെ ഫോട്ടോ ബാഗിൽ സൂക്ഷിച്ചതെന്തിന്? സുരേന്ദ്രൻ അവളെ അപായപ്പെടുത്തുമെന്ന് അവൾ സംശയിച്ചിരുന്നു. അവളുടെ ആറാം ഇന്ദ്രിയം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ യാദൃച്ഛികമാകാം. ആ ഫോട്ടോ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് സൂസിയാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമായിരുന്നു. അന്നു രാത്രി തന്നെ പ്രതിയെയും കൂട്ടി മാവേലിക്കരയിൽ തിരിച്ചെത്തിയ സബ് ഇൻസ്പെക്ടർ ജോണി മാത്യുവിനെ എല്ലാവരും അഭിനന്ദിച്ചു. സുരേന്ദ്രനെ അടുത്ത ദിവസം രാവിലെ ആലപ്പുഴ ഫോറൻസിക് മെഡിസിൻ ലബോറട്ടറിയിൽ കൊണ്ടുവന്നു. ഞാൻ അയാളുടെ മുഖത്തെ മുറിവുകൾ പരിശോധിച്ചു. ആ കോറലുകൾ നഖം കൊണ്ടുണ്ടായതാണെന്ന് വ്യക്തമായിരുന്നു. ഞാൻ അയാളുടെ തലമുടിയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സൂസിയുടെ വലത് കൈപ്പത്തിയിലുണ്ടായിരുന്ന തലമുടികളുമായി താതാത്മ്യം ചെയ്യാനായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു. അയാളുടെ രക്തഗ്രൂപ്പ് കണ്ടുപിടിക്കാനായി രക്തത്തിൻ്റെ സാമ്പിളും ശേഖരിച്ചു. സുരേന്ദ്രൻ സമീപകാലത്ത് ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഒരു പരിശോധന കൂടി നടത്തി. അയാളുടെ ലിംഗാഗ്രത്തിൽ നിന്നും ഒരു സ്വാബ് കൊണ്ടെടുത്ത കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ അവ സ്ത്രീ യോനിയിലെ കോശങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനെ കൊലയാളിയെ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്താനുള്ള തെളിവുകൾ എല്ലാം ശേഖരിച്ചു. ഒരു ദിവസം കൊണ്ട് പ്രതിയെ പിടികൂടിയ സബ് ഇൻസ്പെക്ടർ ജോണി മാത്യുവിന് ഗുഡ് സർവീസ് എൻട്രിയും റിവാർഡും ലഭിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും കോടതി പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയതുകൊണ്ട് ശിക്ഷയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ അറിവ്.